നിമിഷപ്രിയ കേസിലെ ഹർജി സുപ്രീംകോടതി 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ഹർജിക്കാരോട് വിഷയം മെൻഷൻ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മോചനത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ആക്ഷൻ കൗൺസിലാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി നേരത്തെ നൽകിയിരുന്നത്. അതിൽ കഴിഞ്ഞ തവണ വാദം നടക്കുന്ന ഘട്ടത്തിൽ ആക്ഷൻ കൗൺസിൽ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുവാൻ, അത് കേന്ദ്ര സർക്കാരിനോട് അത്തരം കാര്യങ്ങൾ നിർദ്ദേശിക്കണം, അത് ആക്ഷൻ കൗൺസിലിൽ നിന്നുള്ള പ്രതിനിധി സംഘമായിരിക്കണം എന്നൊരു ആവശ്യം കോടതി അറിയിക്കുകയും കോടതി അക്കാര്യത്തിൽ കേന്ദ്രത്തോട് തീരുമാനമെടുക്കുവാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം പ്രതിനിധി സംഘത്തിനുള്ള അനുമതി നൽകിയിരുന്നില്ല. എന്തായാലും ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ ഹർജിക്കാർ അറിയിച്ചത് ഈ മോചനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. നിലവിൽ വധശിക്ഷയ്ക്ക് ഒരു ഭീഷണി നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു ഹർജിക്കാർ അറിയിച്ചത്. അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം വിഷയത്തിലുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ മെൻഷൻ ചെയ്യാനാണ് ഇപ്പോൾ കോടതിയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 8 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. സ്മിത. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിക്കാരോട് വിഷയം മെൻഷൻ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.